തലേ ദിവസം രാത്രി തന്നെ പിറ്റേ ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് മനസ്സിലൊന്ന് ഉറപ്പിച്ച് കിട്ടിയാൽ തന്നെ പകുതി പണി കഴിയും എന്നൊക്കെ പറയാറില്ലേ. അതുപോലെയാണ് കേട്ടോ എൻ്റെയും അവസ്ഥ. തലേന്ന് തന്നെ നമുക്ക് ഒരു ഇഡ്ലിക്കോ അല്ലെങ്കിൽ ദോശക്കോ ഒക്കെ മാവ് അരച്ച് വെക്കണമെങ്കിൽ രാവിലെ ഒരു പകുതി പണി കഴിഞ്ഞ പോലെ തന്നെയല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ രാവിലെ എണീറ്റ് വന്ന് കേട്ടോ. എന്തുണ്ടാക്കുമെന്ന് ചിന്തിച്ചപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ദോശ റെഡിയാക്കാം. ഇതിനാകുമ്പോൾ നമുക്ക് വേറെ കറിയുടെയും പിന്നെ ചട്നിയുടെയും ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഹെൽത്തിയാണ്, മക്കൾക്ക് കൊടുക്കാൻ തന്നെ വെജിറ്റബിൾസും മുട്ടയും പാലും ഒക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടപ്പം ഇത് ഞാനൊരു ഹിന്ദി ചാനലിൽ കണ്ട റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രൈ ചെയ്തതാണ് കേട്ടോ. പക്ഷേ നല്ല അടിപൊളി റെസിപ്പി ആയിട്ടോ. അപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഞാൻ 1/2 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ റെസിപ്പി അതുപോലെ തന്നെ അല്ല കേട്ടോ ഞാൻ റെഡിയാക്കുന്നത്. കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ്, നമുക്ക് നമ്മളുടേതായ ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഈ മുട്ടയും പാലും ഉപ്പും ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. കാരണം എന്താ വെച്ചാൽ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടും മുട്ടയും പാലും ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാൻ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തതും ഒരു സവാളയുടെ പകുതിയും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തും കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലിപ്പം ക്യാരറ്റ് മാത്രം ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുള്ളൂ. മറ്റേതൊക്കെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്തിട്ടുള്ളത്, ഉള്ളിയും ക്യാപ്സിക്കവും. പിന്നെ കുറച്ച് മല്ലിയിലേക്ക് കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഈ പച്ചക്കറി എല്ലാം കൂടി ഒന്നിച്ച് ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കട്ടോ. പക്ഷേ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇഞ്ചിൻ്റെ ടേസ്റ്റ് കടിക്കുമ്പോൾ ചിലർക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പച്ചമുളക് കടിച്ചാൽ പിന്നെ അത് പണിയാവും, കുട്ടികളൊക്കെ കടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ചില്ലി ഫ്ലേക്സും അത് കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി അത് മിക്സ് ആയതിന് ശേഷം നമുക്ക് കുറേശ്ശായിട്ട് മൈദപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പകുതിയാണ് ചിലവായിട്ടുള്ളത്. അപ്പോൾ അതായത് ഒരു 1/2 കപ്പ് മൈദയാണ് ചിലവായിട്ടുള്ളത്. ഇനിയിപ്പോൾ മൈദപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ആട്ടപ്പൊടിയും യൂസ് ചെയ്യുക. ആട്ടപ്പൊടി നിന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആട്ടപ്പൊടി കൊണ്ട് ചെയ്തെടുത്താലും നന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഈ ഒരു ദോശയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഞാൻ കാണിക്കട്ടോ. കുറച്ചൊരു കുറുന്നനായിട്ടാണ് ഇതുണ്ടോ. ഇത്രയും മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 1 കപ്പിൻ്റെ പകുതി ഭാഗം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അളന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം എത്ര മൈദ ചിലവായി നമുക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കപ്പിലും അളന്നിട്ട് വെച്ചതാണ് ഇന്ന് തന്നെ എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ എത്രയാണ് കറക്റ്റ് അളവെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇനി ഞാൻ തവി വെച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇത് കുറച്ച് കട്ടിയുള്ള ദോശയാവും കേട്ടോ. ദോശ എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ഓംലെറ്റ് പോലെ ഉള്ളൊരു സംഭവമാണ്. കാരണം നമ്മൾ പാലും മുട്ടയും മാത്രമേ ചേർത്തിട്ടുള്ളൂ, വെള്ളമൊന്നും ഇതിലോട്ട് ചേർത്തിട്ടില്ല. ഇനി പാൻ അടുപ്പത്ത് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഗീയോ ഓയിലോ ഒന്ന് വെച്ചെടുക്കാം. എന്നിട്ട് പാൻ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം കേട്ടോ നമുക്ക് ഇതിലോട്ട് ബാറ്റർ ഒഴിക്കാൻ. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ നമുക്കിത് ശരിക്കും അങ്ങോട്ട് പരത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കിത് ബാറ്റർ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. നമ്മൾ സാധാരണ മസാല ദോശക്കൊക്കെ പരത്തിയെടുക്കില്ല, അതുപോലെയാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗീയോ ഓയിലോ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തില്ല വെച്ചിട്ട് ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വിട്ടു പോരാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഗീയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അടിഭാഗം കരിഞ്ഞു പോവും. അത് കാരണം മുട്ടയും പാലും ഒക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫ്ലെയിം ശരിക്കും ശ്രദ്ധിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വേഗം ആവട്ടെ. ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചാൽ തന്നെ ഇതുപോലെ ആയി കിട്ടും. നമ്മൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി വേണമെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ഒരു ദോശ ഒരാൾക്ക് മതിയാവും കേട്ടോ. കാരണം
അത്രയും വയറ് നിറയും. കാരണം വെജിറ്റബിൾസും പാലും മുട്ടയും ഒക്കെ നമ്മൾ ചേർത്തിട്ടില്ലേ. അപ്പോൾ ഈ ഒരു അളവ് കൊണ്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലുള്ള 3 ദോശയാണ് ഉണ്ടാവുക കേട്ടോ, 3 എണ്ണമാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് 3 പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാനുണ്ടാവും കേട്ടോ. നമ്മൾ 3 മുട്ട, അതുപോലെ 1/2 കപ്പ് പാല്, പിന്നെ 1/2 കപ്പ് മൈദ എന്നുള്ള രീതിയിലാണ് മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. ആ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലത്തെ 3 എണ്ണമാണ് ഉണ്ടാവുക. അപ്പോൾ 3 പേർക്ക് കഴിക്കാനുണ്ടാവും. നിങ്ങൾ ഇതിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. കാരണം 3 മുട്ടേനെ ചേർക്കാൻ വേറെ വെള്ളം ഒന്നും ഇതിൽ ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര പെർഫെക്ഷനിൽ കിട്ടില്ല. പിന്നെ മാത്രമല്ല ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആവുകയില്ല. അതിൽ മുട്ടയും പാലും വെജിറ്റബിൾസും ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ ഒരു സമീകൃത ആഹാരം തന്നെ നമ്മൾ രാവിലെ തന്നെ കഴിക്കുകയാണ് കേട്ടോ. ഇതിൽ നമുക്ക് മൈദക്ക് പകരം ആട്ടയും കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഹെൽത്തി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കണം. കാരണം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ.